ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ. ഇതിൽ ഒന്ന് പോലെ നിങ്ങൾ മിസ്സാക്കരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ 5 പോയിന്റ്സ് നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ ചെയ്തു വെക്കുക. ഇത് ചെയ്യേണ്ട കാര്യം എന്താണ് ഇതിന്റെ അത്യാവശ്യം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം 5 പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ മൊബൈലിൽ ഹോം പേജിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടത് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ്. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫൈൻഡ് മൈ ഡിവൈസ്, സെർച്ച് ബാറിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫൈൻഡ് മൈ ഡിവൈസ് കണ്ടില്ലേ. ഇവിടെ യൂസ് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത് ഓഫാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ആക്കി വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയോ അല്ലെങ്കിൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫോൺ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള വെബ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നോക്കൂ, കൃത്യമായി നോക്കാം. നമുക്ക് ആ ഫൈൻഡ് മൈ ഡിവൈസിന്റെ വെബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഫോൺ ഇപ്പൊ കറക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കാണാം. ഇതേപോലെ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ച് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആക്കി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ താഴെ നമ്മുടെ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് നിങ്ങൾ വളരെയധികം കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇറേസ് ഡിവൈസ് എന്നുള്ളത്, അതിന്റെ മേലെ നമുക്ക് സെക്യൂർ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ പ്ലേ സൗണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഇറേസ് എടുക്കാം. ഇനി അതല്ല നമുക്ക് ഒന്ന് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്ന് പ്ലേ ചെയ്യുക. അതായത് നമ്മളെ തൊട്ടടുത്ത് എവിടെയെങ്കിലാണ് നമ്മൾ ഫോൺ അറിയാതെ വെച്ച് പോയതെങ്കിൽ നമുക്ക് ആ പ്ലേ സൗണ്ട് കൊടുത്താൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫോൺ എവിടെയാണ് വെച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായി നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. രണ്ടാമത്തെ സെറ്റിംഗ്സ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട വേർഡ് സിം കാർഡ് ലോക്ക് എന്നാണ്. ചില ഫോണുകളിൽ സിം ലോക്ക് എന്ന് കൊടുത്താൽ മതി. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സിം ലോക്ക് എന്ന് കൊടുത്താൽ മതി. ചില ഫോണുകളിൽ സിം കാർഡ് ലോക്ക് എന്ന് കൊടുത്താൽ അത് ഡിസ്പ്ലേ ആയിട്ട് വരുന്നുള്ളൂ. ഒന്നുകിൽ സിം ലോക്ക് അല്ലെങ്കിൽ സിം കാർഡ് ലോക്ക് എന്നുള്ളത്. ഇവിടെ ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് സിം കാർഡ് ലോക്കിലാണ് വരുന്നത്. സിം കാർഡ് ലോക്ക്. സിം കാർഡ് ലോക്ക് ഓപ്പൺ ചെയ്യുക. കൃത്യമായി ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. സിം കാർഡ് ലോക്ക് ഇവിടെ കണ്ടില്ലേ, സിം കാർഡ് ലോക്കിന്റെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഡിവൈസ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. സിം കാർഡ് ലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സിം കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ അഥവാ മറ്റാരുടെയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ സിം ഉപയോഗിച്ചിട്ട് ഒരു കാര്യവും പിന്നെ ചെയ്യാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സിം കാർഡ് ലോക്ക്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പിൻകോഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അഥവാ പിൻകോഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് സിം പിൻ പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് പിൻകോഡ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലോക്ക് സിം കാർഡിൽ നമ്മൾ നമ്പർ, സിമ്മിന്റെ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ഈ സിം ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ സിം ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ ബാങ്കിങ് വഴിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ഈ ഫോണിന്റെ സിം കിട്ടിയ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണ് ഈ സിം കാർഡ് ലോക്ക് എന്നുള്ളത്. ഇനി അടുത്ത സെറ്റിംഗ്സ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. അതിനായി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സെറ്റിംഗ്സ് നമ്മൾ അഗൈൻ ഓപ്പൺ ചെയ്തു. സെറ്റിംഗ്സിൽ നമ്മൾ അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ അഗൈൻ നമ്മൾ ഗൂഗിൾ ഒന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് എന്നുള്ളത്. തൊട്ട മുകളിൽ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്.
ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് 1-2 പ്രാവശ്യം കണ്ടതിന് ശേഷം കൃത്യമായി നിങ്ങളുടെ ഫോണിലത് ചെയ്തു വെക്കുക. സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ പുതിയതാണെങ്കിലും ഇനി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നിങ്ങൾ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധത്തിലും നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ അവർക്ക് പറ്റരുത്. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായി നിങ്ങളുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കണം. ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ട്, 2021 തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷനും കൂടി ഉണ്ട്. അത് ഞാനിവിടെ പ്രൈവസിക്ക് വേണ്ടി ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. 2 ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് റിക്കവറി ഫോൺ നമ്പറും അതിന് താഴെയായിട്ട് റിക്കവറി ഇമെയിലും. ഇത് രണ്ടും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് അഥവാ നിങ്ങളുടെ ഇമെയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിക്കവറി ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഫോണിലെ കാര്യങ്ങൾ ഡാറ്റകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിക്കവറി ഫോൺ നമ്പറും കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഇമെയിൽ റിക്കവറി ഇമെയിലും കൊടുക്കുക. ഇനി അടുത്ത സെറ്റിങ്സ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ടൈപ്പ് ചെയ്യേണ്ട ഒരു വേർഡ് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ കോണ്ടാക്ട്സ്. ഗൂഗിൾ കോണ്ടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഗൂഗിൾ കോണ്ടാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ കോണ്ടാക്ട്സിൽ ഇവിടെ നമുക്ക് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് contacts.google.com എന്നുള്ള ആ സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 2226 കോണ്ടാക്ട്സ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ കോണ്ടാക്ട്സ് നഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൽ ഇത് ചെയ്തു വെക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ കോണ്ടാക്ട്സ് നഷ്ടപ്പെടില്ല. മാത്രമല്ല നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് മാറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നേരെ മെയിലിൽ നിന്നും നിങ്ങൾക്ക് മെയിലിൽ കയറിയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷനാണ്, നിങ്ങൾ ഫോണിന്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് *#06# എന്ന് ടൈപ്പ് ചെയ്യാം. *#06#. ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്, ഏറ്റവും അടിപൊളി ഓപ്ഷനാണ്. *#06#. ഇത് നമ്മുടെ കണ്ടില്ലേ, അത് ടൈപ്പ് ചെയ്ത സമയത്തിന് ഇവിടെ IMEI നമ്പർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിഫൈ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മൊബൈൽ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഈ നമ്പർ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതും കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, അതായത് ഈ 5 പോയിന്റ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ 5 പോയിന്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഈ സെറ്റിംഗ്സ് എല്ലാം നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി ടെക്നിക്സ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെ ഓൺ ദി സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.